കോളേജുകളിൽ നിന്നൊക്കെ പഠിച്ചു വളരുന്ന യുവപണ്ഡിതന്മാർ ബഹുഭാഷാ പരിജ്ഞാനവും അതുപോലെ തന്നെ അത് വിജ്ഞാനവുമൊക്കെ നേടിക്കൊണ്ട് കേരളത്തിന് പുറത്തും സമുദായത്തിൻ്റെ നേതൃത്വം നൽകുവാനും ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി സേവനം ചെയ്യുവാനും ഉത്കർഷരായ പണ്ഡിതന്മാരാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ആ ഒരു വഴിയിൽ ഇവിടെ കേരളത്തിലും ഇവിടെ മഹാനായ അവരുടെ നാമധേയത്തിൽ ഇവിടെ സ്ഥാപനം തുടക്കം കുറിക്കുകയും ഇവിടെ ഒട്ടേറെ യുവ മുതഅല്ലിമീങ്ങൾ പിടിച്ചുകൊണ്ട് ഈ സ്ഥാപനം പുരോഗതിയുടെ ഭാഗത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തെ നെഞ്ചേറ്റുകൊണ്ട് ഇതിൻ്റെ ഓരോ കർമ്മ പദ്ധതികളും നാം ഏറ്റെടുക്കുകയും ഇതിൻ്റെ പുരോഗതിക്കായി നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവുമൊക്കെ ചെലവഴിച്ചുകൊണ്ട് ഈ നാടിൻ്റെ അഭിമാന സ്ഥാപനമായി വളർത്തി കൊണ്ടുവരുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ദാനം ചെയ്യുന്നു. ഇവിടെ ഇസ്ലാമിക് അക്കാദമി സയ്യിദ് ഹൈദരലി ശാബ്ദങ്ങൾ അവരുടെ നാമധേയത്തിൽ ഒരു കെട്ടിട നിർമ്മാണവുമായി കമ്മിറ്റി മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും സാമ്പത്തിക പിന്തുണയും ഉണ്ടായിക്കൊണ്ട് അത് എത്രയും വേഗം സഫലീകരിക്കുവാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാകട്ടെ. ബഹുമാന്യരായ ഉലമാക്കളും അതുപോലെ ചില തങ്ങളുടെ പ്രഭാഷണവും മജ്‌ലിസും നടക്കുകയാണ്. വളരെ വിജ്ഞാനപ്രദമായ പ്രഭാഷണവും ഇവിടെ നിലനിൽക്കെ എൻ്റെ ഉദ്ഘാടന ഭാഷണം ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അല്ലാഹു നമ്മിൽ നിന്ന് ഈ ഒരു സംഗമം സ്വീകരിക്കുമാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ഉസ്താദുമാർ, സ്നേഹിതന്മാർ, ദീനും സമുദായത്തിനും സമൂഹത്തിനും ഇവിടെ ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിനും അതിൻ്റെ കീഴിലുള്ള മറ്റു പോഷക സംഘടനകൾക്കും നമ്മുടെ ഓരോ സ്ഥാപനങ്ങൾക്കും മദ്രസകൾക്കും ഇവിടെ ഉത്തര കേരളത്തിലുള്ള ഓരോ ഇസ്ലാമികമായ സമസ്തയ്ക്ക് കീഴിലുള്ള ഓരോ സ്ഥാപനങ്ങളും ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്ന ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത നമ്മുടെ ഉലമാക്കളും ബറാക്കൾ സദാത്തുക്കൾ പ്രവർത്തകർ എല്ലാവർക്കും അതുപോലെ തന്നെ ഇവിടെ ഈ സ്ഥാപനത്തിന് വേണ്ടി എല്ലാവർക്കും സാമ്പത്തിക പിന്തുണ നൽകിയ അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരുടെ ദർജ അല്ലാഹു ഉന്നതിയിലാക്കട്ടെ. അവരോടൊപ്പം നമ്മയും അല്ലാഹു ജന്നത്തിൽ ശ്രമിച്ചു പെരുമാറട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങൾ, ഉസ്താദുമാർ, നമ്മുടെ അലിമീങ്ങൾ, ബഹുമാന്യരായ ഈ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ ഉലമാക്കൾ, ബറാക്കൾ, സദാത്തുക്കൾ, പ്രവർത്തകർ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും ആവശ്യമാകട്ടെ. ആഫിയത്തുള്ള നൽകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. ഈ സ്ഥാപനത്തെ അല്ലാഹു ഉത്തരത്തിൽ പുരോഗതിയിലേക്ക് മാറട്ടെ. ഇവിടെ ആ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ബഹുമാന്യനായ ബർക്കാർ ഹാജി അതുപോലെ അഷ്റഫ് അവരുടെ കുടുംബമൊക്കെ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പല സാമഗ്രികളും ഇവിടെ വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിനുമായി സഹകരിക്കുന്ന ഇതിന് സാമ്പത്തികവും ശാരീരികവും മാനസികമായും പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും ദൂരീകരിച്ചു കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും ഐക്യവും ഉണ്ടാകട്ടെ. എല്ലാവിധ ആപത്തും മുസീബത്തുകളും നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമുക്കിടയിൽ ഐക്യവും ആ ഒരു സൗന്ദര്യവും എല്ലാ കാലത്തും നിലനിർത്തിമാകട്ടെ. മരണസമയത്ത് മരിക്കുവാൻ നമുക്കെല്ലാം ഭാഗ്യം നൽകട്ടെ പ്രാർത്ഥിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിൻ്റെ തിരുനാമത്തിൽ ഈ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടിരുന്നവർ ശ്രമിക്കുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.